إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ ഹജ്ജ് 34-ാമത്തെ ആയത്ത് നോക്കൂ. നിങ്ങളുടെ അറിവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എത്രയധികം പ്രാധാന്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ബലികർമ്മത്തിന് കൊടുത്തിരിക്കുന്നു എന്നുള്ളത്. ഇത്തരം ആയത്തുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. വലികുല്ലി ഉമ്മത്തിൻ, ഓരോ സമുദായത്തിനുമുണ്ട്, ജഅൽനാ, നാം ആക്കിയിട്ടുണ്ട്, മൻസക്കൻ, കർമാനുഷ്ഠാന മുറകൾ, പലതരം കർമാനുഷ്ഠാന മുറകൾ ഓരോ സമുദായത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാഹുവിനെ സ്മരിക്കുന്നതിന് വേണ്ടി. എന്തിന്, എങ്ങനെ സ്മരിക്കാൻ? അലാമാ റസഖഹും, അവർക്ക് നൽകിയതിന്റെ മേൽ, മിൻ ബഹീമത്തിൽ അൻആം, നാൽക്കാലി മൃഗങ്ങളായി അവർക്ക് നൽകിയതിന്റെ മേൽ അല്ലാഹുവിന്റെ നാമം സ്മരിക്കാൻ. എങ്ങനെയാണ് അത് സ്മരിക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ആ ബലിമൃഗത്തിന്റെ കഴുത്തിൽ കത്തിവെച്ചുകൊണ്ടാണ് നാം ബലിയർപ്പിക്കേണ്ടത്. അള്ളാഹുവിന്റെ മാർഗത്തിലാണ് ബലിയർപ്പിക്കേണ്ടത്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും വീണ്ടും നമ്മൾ ഉത്ബോധിപ്പിക്കുന്ന കാരണം. മക്കത്തെ മുശ്രിക്കുകൾ അവരുടെ വിഗ്രഹത്തിന് ബലിയർപ്പിച്ചിരുന്നു. ഹുബൽ എന്ന് പറയുന്ന വിഗ്രഹത്തിന്റെ മുന്നിൽ വലിയൊരു ബലിപീഠം നിശ്ചയിച്ചുകൊണ്ട് ആ ബലിപീഠത്തിന്റെ മുമ്പിൽ, ബലിപീഠത്തിന്റെ മുകളിൽ ബലിമൃഗത്തെ കിടത്തിക്കൊണ്ട് എല്ലാവരും ചുറ്റിൽ കൂടിക്കൊണ്ട് അവർ പറയും, യാ അഹ്ലൽ ഹുബൽ എന്ന് പറഞ്ഞുകൊണ്ട്, ആർത്തു വിളിച്ചുകൊണ്ട്, അല്ലാഹു അല്ലാഹുവിന്റെ നാമം സ്മരിച്ചുകൊണ്ട് അതിനറുക്കും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഹുർരിമത്ത് അലൈക്കും, നിങ്ങൾക്ക് മേൽ ഞാൻ ഹറാമാക്കിയിരിക്കുന്നു. എന്താണ് ഹറാമാക്കിയത്? വമാ ഉഹില്ല ലിഗൈരില്ലാഹി ബി, അല്ലാഹു അല്ലാഹുവിന്റെ ശബ്ദം ഉയർത്തപ്പെട്ടത് ഹറാമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞത് ഇത്തരം ഹുബൽ പോലെയുള്ള വിഗ്രഹങ്ങളുടെ ആ പേരുകൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട്, അല്ലാഹു അല്ലാഹുവിന്റെ നാമം വിളിച്ചു പറഞ്ഞുകൊണ്ട് അറുക്കുന്നതിനാണ്. ഇന്നും നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും ഇന്ന് ഷേഖിന് വേണ്ടിയുള്ള കോഴിയാണ്, ഇന്ന് ഷേഖിന് വേണ്ടിയുള്ള മരണപ്പെട്ടവർക്കുള്ള ആടാണെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ അറുക്കുന്നത് തനിച്ച അനാചാരമാണ്. അത് പലതരം ശിർക്കിലേക്കും കുഫ്റിലേക്കും നയിക്കുന്നതാണ് എന്നാണ് നമുക്കതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. അതിൽ നിന്നൊക്കെ നാം വിട്ടുനിൽക്കേണ്ടതാകുന്നു എന്നാണ് ഇത്തരം ആയത്തുകൾ നമുക്ക് സൂചന നൽകുന്നത്. ഫഇലാഹുക്കും ഇലാഹുൽ വാഹിദ്, നിങ്ങളുടെ ആരാധന ഏക ഇലാഹാകുന്നു. ഫലഹു, അവനക്ക്, അസ്ലിമു, നിങ്ങൾ കീഴ്പ്പെടണം. വബശ്ശിറുൽ മുഖ്ബിതീൻ, വിനീതർക്ക് സന്തോഷ വാർത്ത അറിയിക്കു നബിയെ എന്നാണ് അല്ലാഹു പറയുന്നത്. അല്ലാഹു ഏക ഇലാഹാകുന്നു. അതുകൊണ്ട് യാതൊരു ശിർക്കിനും കുഫ്റിനും ഇടയില്ല. അതുകൊണ്ട് നിങ്ങൾ ഏകദൈവവിശ്വാസത്തിലേക്ക് മടങ്ങി വരണമെന്നാണ് സതുപദേശമാണ് നൽകുന്ന.